നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. മാനസിക പരിഗണന എന്നാൽ അതിന്റെ പ്രതിരൂപമാണ് ദുബായ് എന്ന് പറയും. അത് പ്രവാസികൾ മറക്കത്തില്ല. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ ദുബായിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ദുബായ് പോലീസിന്റെ ദ കറക്ഷണൽ ആൻഡ് പ്യൂണിറ്റീവ് എക്സ്റ്റാബ്ലിഷ്മെന്റ്സ് പുതുജീവിതം സമ്മാനിച്ചത് 11,000 തടവുകാർക്കാണ്. ജീവകാരുണ്യ സംഘടനകളുടെയും മനുഷ്യസ്നേഹികളുടെയും സഹായത്തോടെ കടബാധ്യതകൾ മൂലം തടവനുഭവിച്ചിരുന്നവരുടെ 68% 4 ലക്ഷത്തിലേറെ ദിർഹം, അതായത് ഏകദേശം 13 കോടിയിലേറെ രൂപ അടച്ചതോടെയാണ് ഇത്രയും പേർക്ക് മോചനമായത് തന്നെ. തടവുകാർക്ക് രണ്ടാം ജീവിതം അനുവദിക്കുക എന്ന ദുബായ് പോലീസിന്റെ മാനുഷിക പരിഗണനയാണ് തടവുകാർക്ക് ഇപ്പോൾ രക്ഷയായി മാറിയിരിക്കുന്നത്. ഇതിന് ജീവകാരുണ്യ സംഘടനകളും മനുഷ്യസ്നേഹികളും പോലീസുമായി കൈകോർത്തിരിക്കുകയാണ്. ശിക്ഷിക്കുന്നതിനേക്കാളും നന്മ നിറഞ്ഞ രണ്ടാം ജീവിതം നൽകുന്നത് മഹത്തരമാണെന്ന് കരുതുന്നതായി കറക്ഷണൽ ആൻഡ് പ്യൂണിറ്റീവ് എക്സ്റ്റാബ്ലിഷ്മെന്റ് ജനറൽ വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ അലി മുഹമ്മദ് അൽ ഷമാലി പറയുകയുണ്ടായി. സഹിഷ്ണുത, സഹവർത്തിത്വം, സ്നേഹപരിലാളന തുടങ്ങിയവയ്ക്ക് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നതായും തടവുകാരുടെ സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വായ്പ തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ട ഇന്ത്യൻ കമ്പനി ഉടമകൾക്കെതിരെ നടപടിക്ക് UAE-യിലെ ചില ബാങ്കുകൾ നീക്കം നടത്തുന്നുണ്ടെങ്കിലും തുക തിരിച്ചുപിടിക്കൽ എളുപ്പമാകില്ലെന്നാണ് സൂചന. ഇത്തരത്തിൽ തടവുകാർക്ക് രണ്ടാം ജീവിതം നൽകുന്ന ദുബായ് പോലീസ് ഏവർക്കും മാതൃകയായി മാറിയിരിക്കുകയാണ്. എന്നാൽ മലയാളികളടക്കം ഇന്ത്യക്കാർ ദുബായിയോട് ചെയ്ത ക്രൂരത മറക്കുവാൻ കഴിയില്ല. വായ്പ തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ട ഇന്ത്യൻ കമ്പനി ഉടമകൾക്കെതിരെ നടപടിക്കൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ UAE-യിലെ ചില ബാങ്കുകൾ. എന്നാൽ ഈ നീക്കം നടത്തുന്നുണ്ടെങ്കിലും തുക തിരിച്ചുപിടിക്കാൻ എളുപ്പമാകില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാനുള്ള നടപടി എന്ന നിലയിലാണ് ബാങ്കുകൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നതെന്നാണ് വിവരം. വായ്പയെടുത്ത് ഇന്ത്യയിലേക്ക് മുങ്ങുന്ന കേസുകൾ വർദ്ധിക്കുകയും കിട്ടാക്കടം ഏറുകയും ചെയ്ത സാഹചര്യത്തിലാണ് കടുത്ത നടപടികൾക്ക് UAE-യിലെ ചില ബാങ്കുകൾ ഒരുങ്ങുന്നത് തന്നെ. മുൻപ് ചെറിയ തുക വായ്പയെടുത്തവർക്കെതിരെ കേസുകൾ നൽകാറില്ലായിരുന്നു. എങ്കിലും ഇനി ഇത്തരക്കാർക്കെതിരെയും സിവിൽ നടപടിക്ക് ആലോചിക്കുന്നുണ്ട്. UAE-യിലെ സിവിൽ കോടതി വിധിയിൽ ഇന്ത്യയിൽ ജില്ലാ കോടതികൾ വഴി നടപ്പാക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ മാസത്തെ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ നടപടി തുടങ്ങിയത്. UAE ആസ്ഥാനമായ ബാങ്കുകളും അബുദാബി, ദുബായ് എന്നിവിടങ്ങളിൽ ശാഖകളുള്ള 9ഓളം ബാങ്കുകളുമാണ് പണം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഇരു കൂട്ടരുടെയും വാദം കേട്ട ശേഷം പ്രഖ്യാപിച്ച വിധികൾ മാത്രമേ ഇന്ത്യയിൽ നടപ്പാക്കൂ എന്നാണ് വ്യവസ്ഥ. എന്നാൽ ഇപ്രകാരം വിധി സമ്പാദിച്ചിട്ടുള്ള കേസുകൾ കുറവാണെന്നതാണ് ബാങ്കുകൾക്ക് മുന്നിലുള്ള പ്രധാന പ്രശ്നം. കേസ് വാദം കേട്ട് തുടങ്ങുന്നതിന് മുമ്പ് രാജ്യം വിട്ടവർക്കെതിരെ നടപടിക്കാവില്ലെന്ന കടമ്പയുമുണ്ട്. അനധികൃത വഴികളിലൂടെ പണം തിരിച്ചുപിടിക്കാനുള്ള വിദേശ ബാങ്കുകളുടെ ശ്രമം നേരത്തെ കോടതി വിധിയിലൂടെ തടഞ്ഞിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.